ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് ലിനിയ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പം നമ്മൾ വിയറ്റ്നാമിലെ ഹോയാനിൽ പോയപ്പം അവിടെ നമ്മളെടുത്ത അക്കോമഡേഷനും അതിൻ്റെ പരിസരമൊക്കെ ചുറ്റി കാണിച്ചിട്ടുള്ളൊരു കുട്ടി വ്ളോഗ്. അപ്പോൾ ഈ അക്കോമഡേഷൻ നമ്മൾ ബുക്ക് ചെയ്തത് Airbnb ത്രൂ ആയിരുന്നു കേട്ടോ. സാധാരണ ഞാൻ എല്ലായിടത്തും അക്കോമഡേഷൻ എവിടെയെങ്കിലും പോകുമ്പോൾ ബുക്ക് ചെയ്യാറ് Airbnb ത്രൂ തന്നെയാണ്. അപ്പോൾ ഇതൊരു വില്ല പോലെയാണ്. വില്ല ഒരു റൂമും അത് ഇൻസ്യൂട്ട് ആയിട്ടുള്ള റൂം, പിന്നെ കോമൺ ആയിട്ടൊരു ഡൈനിങ് ഏരിയ പോലെ ഉണ്ട്, അത് നമുക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പുറത്തിരിക്കാനും റിലാക്സ് ചെയ്യാനും അങ്ങനത്തെ ഏരിയാസ് ഒക്കെ ഉണ്ട്. ഊഞ്ഞാല് പോലെയൊക്കെ അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അവിടെ എവിടെ വേണേലും നമുക്ക് യൂസ് ചെയ്യാം. റൂം ഒരെണ്ണം മാത്രമേ ഉള്ളൂ, ബാക്കി പുറത്തുള്ള എല്ലാ ഏരിയാസും നമുക്ക് റിലാക്സ് ചെയ്യാനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഒരു പൂളുണ്ട്, പൂളും നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഹോയാനിൽ കോക്കനട്ട് ബോട്ട് ട്രിപ്പ് ഒക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള പരിപാടിയാണ്. അതിൻ്റെയൊക്കെ ഒരു പോർഷനാണ് ഈ സൈഡിൽ കാണുന്ന റിവറൊക്കെ. പിന്നെ ഹോയാൻ ടൗണിൻ്റെ അടുത്ത് തന്നെയായിട്ടാണ് നമ്മുടെ ഈ റൂം അല്ലെങ്കിൽ Airbnb വില്ല ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. നമ്മുടെ റൂമിൻ്റെ സൈഡിൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ഡോറായിരുന്നു കേട്ടോ. ആ ഡോർ ഓപ്പൺ ചെയ്യുന്നത് ഡയറക്റ്റ് പൂളിലേക്കാണ്. പൂളും അതുപോലെ തന്നെ സൈഡിലായിട്ട് കുറച്ച് പൂളിൻ്റെ സൈഡിൽ കിടക്കാനായിട്ടുള്ള ഫെസിലിറ്റി ഒക്കെ ഉണ്ട്. പൂളിൽ ഇറങ്ങുന്നതിന് മുമ്പുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ വാതിലിൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് 2-3 ദിവസം ആയിരുന്നു നമ്മളവിടെ സ്റ്റേ ചെയ്തത്. 3 ദിവസം നമുക്ക് അവർ ബ്രേക്ക്ഫാസ്റ്റ് തന്നായിരുന്നു കേട്ടോ. അപ്പം എൻ്റെ ഫസ്റ്റ് ഡേയിലെ ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ ഇതാണ് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കി തന്നുകൊണ്ടിരുന്ന ചേച്ചി. നമ്മൾ വീട്ടിനകത്ത് അല്ലെങ്കിൽ വില്ലയിൽ സ്പെൻഡ് ചെയ്തതിനേക്കാളും കൂടുതൽ ടൈം പുറത്തായിരുന്നു കേട്ടോ സ്പെൻഡ് ചെയ്തത്. അതുകൊണ്ട് നമുക്ക് പൂളിലൊന്നും ഇറങ്ങാനായിട്ടുള്ള ടൈം കിട്ടിയില്ലായിരുന്നു. അപ്പം നമ്മൾ ഈ റൂമിന് പേ ചെയ്തത് അറൗണ്ട് 50 പൗണ്ട്സ് ആയിരുന്നു കേട്ടോ 3 ദിവസത്തേക്ക്, ഇൻക്ലൂഡിങ് ബ്രേക്ക്ഫാസ്റ്റ്. അപ്പം നല്ലൊരു ഫെസിലിറ്റി ആയിരുന്നു കേട്ടോ. അത് അവിടെയൊക്കെ ചെല്ലുമ്പോൾ പൊതുവേ അക്കോമഡേഷൻസിന് കമ്പാരിറ്റീവ്ലി റേറ്റ് കുറവാണ്. ചില സ്ഥലങ്ങളിൽ നമുക്ക് വിയറ്റ്നാമിൽ തന്നെ ചില സ്ഥലങ്ങളിൽ റൂമുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 9 പൗണ്ടിന് വരെ കിട്ടിയായിരുന്നു കേട്ടോ. അതായത് നാട്ടിൽ പോലും അത്ര ഒരു ബേസിക് റേറ്റിൽ നമുക്ക് കിട്ടാൻ സാധ്യതയില്ല. ജസ്റ്റ് റൂം ഷെയറിംഗ് ആയിരിക്കും. എന്നാലും നമ്മുടെ ഈ Airbnbയുടെ ഓണേഴ്സ് എന്ന് പറഞ്ഞ 2 വിയറ്റ്നാമീസ് സിസ്റ്റേഴ്സ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഒരാൾ UK വർക്ക് ചെയ്യുന്നതാണ്. ആളിപ്പോൾ കരിയർ ബ്രേക്ക് ഒക്കെ എടുത്ത് ഇവിടെ തന്നെയാണ് താമസിക്കുന്നത്. നമ്മുടെ വില്ലയിൽ നമ്മുടെ വേറൊരു റൂമിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അവർ നമ്മൾ UK വന്നതാണെന്ന് കൂടെ പറഞ്ഞപ്പോൾ ഒന്നുകൂടെ നമ്മളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്തായിരുന്നു കേട്ടോ. എക്സ്ട്രാ കോസ്റ്റ് ഒന്നും കൊടുക്കേണ്ടി വന്നില്ല. സാധാരണ നമ്മളെ ആരെങ്കിലും ഇവിടെ എന്തെങ്കിലും കുറച്ച് നന്നായിട്ട് ട്രീറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അവർ പൈസ വാങ്ങിക്കുമെന്ന് കൂട്ടിയാൽ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ നമുക്ക് വിയറ്റ്നാമീസ് സ്പെഷ്യൽ കോഫിയും അതുപോലെ തന്നെ എന്തെങ്കിലും ഫ്രൂട്ട്സും ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് അവർ എല്ലാ ദിവസവും തന്നെ ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഹോയാന് ചെന്നിട്ടായിരുന്നു കേട്ടോ നമ്മൾ ഏറ്റവും കൂടുതൽ ഫ്രൂട്ട്സ് വാങ്ങിച്ച് കഴിച്ചത്. കാരണം നമ്മുടെ എല്ലാ ട്രോപ്പിക്കൽ ഫ്രൂട്ട്സും UK കിട്ടാത്ത പല സാധനങ്ങൾ, അല്ലെങ്കിൽ UK ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പല സാധനങ്ങളും വളരെ പൈസ കുറച്ച് നമുക്ക് അവിടെ കിട്ടുന്നുണ്ട്. ഭയങ്കര സന്തോഷമായിരുന്നു. കുറേ മാങ്ങാപ്പഴവും പേരയ്ക്കയും ചക്കയും അങ്ങനെ പല സാധനങ്ങളും നമ്മൾ വാങ്ങിച്ച് കഴിച്ചായിരുന്നു. അപ്പം നമ്മുടെ റൂമിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം പ്ലസ് ടോയ്ലറ്റ് ഉണ്ടായിരുന്നു. നല്ല ഫെസിലിറ്റി, നല്ല സ്പേഷ്യസ് ഒക്കെ ആയിട്ടുള്ള സ്ഥലമായിരുന്നു കേട്ടോ. അത് നല്ലപോലെ ക്ലീൻ ആയിരുന്നു നമ്മൾ ചെന്നപ്പോൾ. പിന്നെ റൂമിനകത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കബോർഡ്സ് ഉണ്ടായിരുന്നു നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് സ്പേസിനായിട്ട്. അതുപോലെ തന്നെ ഒരു ചെറിയൊരു മിനി ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ വെക്കാനായിട്ട്. പിന്നെ സൈഡിലായിട്ട് ഒരു ഡ്രസ്സിംഗ് ടേബിൾ, ഒരു മിററൊക്കെ ആയിട്ട് ഈ സ്റ്റോറേജ് സ്പേസ്, അതായത് നമ്മുടെ ഷെൽഫിലുള്ള മിറർ കൂടാണ്ട് വേറെ സൈഡിൽ ഒരു ഡ്രസ്സിംഗ് ടേബിളും അതിന്റെ ചെയറും മിററും ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ റൂമിന്റെ അകത്ത് കെറ്റിൽ, അതുപോലെ തന്നെ ഹെയർ ഡ്രയർ, പിന്നെ നമുക്ക് ടവൽസ് ഒക്കെ അവിടുന്ന് പ്രൊവൈഡഡ് ആയിരുന്നു. അപ്പം അത്രയൊക്കെ സാധനങ്ങളായിരുന്നു നമുക്ക് ഈ റൂമിന്റെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നത്. നമ്മൾ മുന്നേ പറഞ്ഞ പോലെ തന്നെ ഡേ ടൈമിൽ അധികം ഇതിനകത്ത് സ്പെൻഡ് ചെയ്തില്ലായിരുന്നു കേട്ടോ. ഡേ ടൈമിൽ നമ്മൾ പുറത്തായിരുന്നു സ്പെൻഡ് ചെയ്തത്. അപ്പം എല്ലാ ദിവസവും തന്നെ രാവിലെ നമുക്ക് ഇവിടുന്ന് ഇവർ ബ്രേക്ക്ഫാസ്റ്റ് തന്നിട്ടായിരുന്നു വിട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഇനി വിയറ്റ്നാമിലേക്ക്, എസ്പെഷ്യലി ഹോയാനിലേക്ക് ഒരിക്കലും തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മളൊന്ന് കണ്ട സ്ഥലം, അതും വേറെ രാജ്യത്ത് പോയി കാണുമോയെന്നറിയില്ല. പക്ഷെ ഇനി ഇൻ കേസ് തിരിച്ച് ഇവിടേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് വന്ന് താമസിക്കാൻ ഇഷ്ടമുള്ള ഒരു സ്ഥലം തന്നെ കേട്ടോ ഇത്.